എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. DELED പ്രവേശന വിജ്ഞാപനം 2026 ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ പ്രവേശന പ്രക്രിയ പ്രധാനമായിട്ടും ഓഫ്ലൈൻ രീതിയിലായിരുന്നു. അതായത് അപേക്ഷകർ നേരിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് വഴിയോ അപേക്ഷകൾ DELED ഓഫീസിൽ എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഓഫ്ലൈനിൽ നിന്നും ഓൺലൈനായിട്ട് മാറിയിട്ടുണ്ട്. DELED ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്രാവശ്യം വിജ്ഞാപനം വളരെ നേരത്തെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ക്ലാസ്സുകളും അലോട്ട്മെൻറ്റുകളും പരീക്ഷകളും എല്ലാം തന്നെ നേരത്തെ തന്നെ ആരംഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ തവണയുള്ള പോലെ ഡിലേ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. DELED എന്നത് TTC ആണ്. പഴയ TTC ആണ് ഇന്ന് DELED എന്നറിയപ്പെടുന്നത്. DELED കോഴ്സിന് അപേക്ഷിക്കാൻ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളത് SLC +2 പാസ്സായിരിക്കണം. ചില വിഭാഗങ്ങൾക്ക് മാർക്കിന് ഇളവ് ലഭിക്കുന്നതാണ്. ഈ കോഴ്സിൻ്റെ ദൈർഘ്യം 2 വർഷമാണ്. 2 വർഷത്തെ ഫുൾ ടൈം ട്രെയിനിങ് ആയിരിക്കും. ക്ലാസ്സുകൾ, പ്രാക്ടിക്കൽ ട്രെയിനിങ്, സ്കൂൾ അധ്യയന പരിശീലനം, ഇൻറ്റേൺഷിപ്പ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. DELED പൂർത്തിയാക്കിയാൽ LP UP അധ്യാപികയായിട്ട് ജോലി നേടാം. അതുപോലെ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്യാനായിട്ട് കേട്ടറ്റ് അതുപോലെ PSC എക്സാമിൽ എഴുതാവുന്നതാണ്. കേട്ടറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയാനായിട്ട് കേട്ടറ്റിൻ്റെ അപ്ഡേറ്റ്സ്, എക്സാമുകൾ അതുപോലെ സിലബസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യാവുന്നതുമാണ്. നെക്സ്റ്റ് നമുക്ക് DELEDൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് കോപ്പി ചെയ്യുകയാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പേജിലേക്ക് എത്തും. ഈ ഒരു പേജിലാണെങ്കിൽ DELEDൻ്റെ കോഴ്സ് ലിസ്റ്റ്, DELEDൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റ്, ആപ്ലിക്കേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാം, ആപ്ലിക്കേഷൻ ഫോം, ഈ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള കോഴ്സ് ലിസ്റ്റാണ്. കോഴ്സ് ലിസ്റ്റിൽ കോഴ്സ് കോഡ്, കോഴ്സ് ടൈപ്പ്, കോഴ്സ് നെയിം കൊടുത്തിട്ടുണ്ട്. ജനറലിൻ്റെ 101, ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദിയുടെ 102, അറബിക്കിൻ്റെ 103, സാൻസ്ക്രിറ്റ് 104, ഉറുദു 105. നെക്സ്റ്റ് DELED കോഴ്സിൻ്റെ ലിസ്റ്റിൻ്റെ അടിയിലായിട്ട് DELED ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റ് എന്നുള്ള ബ്ലൂ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പേജിന് ഓപ്പൺ ആയിട്ട് വരും. അതിൽ കേരളത്തിലുള്ള എല്ലാ DELED കോളേജുകളുടെ ലിസ്റ്റ് അതിൽ കൊടുത്തിട്ടുണ്ടാകും. അറൗണ്ട് ഒരു 164 കോളേജസ് നിലവിൽ കേരളത്തിൽ DELEDന് വേണ്ടിയുണ്ട്. അത് നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്ട്രിക്ട് എന്ന ഓപ്ഷനിൽ നമുക്ക് താല്പര്യമുള്ള ഡിസ്ട്രിക്ട് ക്ലിക്ക് ചെയ്യാം. ഫിൽറ്റർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള കോളേജുകളുടെ നെയിമുകൾ അവിടെ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് കോഴിക്കോടാണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ കൊടുക്കുക. അതിൽ ഫിൽറ്റർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കോഴിക്കോടിലെ ലിസ്റ്റ് കോളേജുകളുടെ ലിസ്റ്റുകൾ വരും. ഇതിലാണെങ്കിൽ KMCT കാണുന്നുണ്ട്, അതുപോലെ TTI കാണുന്നുണ്ട്, വുമൻസ്, അതുപോലെ TTI കാലിക്കറ്റ് കാണുന്നുണ്ട്. അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഗവൺമെൻറ് ആണോ, സെൽഫ് ഫിനാൻസിങ് ആണോ, അതോ എയ്ഡഡ് ആണോ എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ നെക്സ്റ്റ് DELED ആപ്ലിക്കേഷൻ ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. കൃത്യമായിട്ട് വായിച്ച് നോക്കണം. അതിൻ്റെ വെബ്സൈറ്റ്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളത്, പോർട്ടൽ ലോഗിൻ ചെയ്യാനുള്ളത്, ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ അപ്ലോഡ് ചെയ്യാനുള്ള റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ കോഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിൻ്റെ എല്ലാ പേയ്മെൻറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് റിസർവേഷൻ കാറ്റഗറിയുടെ കോഡും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അതിൽ പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻ ഫോമിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു പേജ് ഓപ്പൺ ആവും. അതിൽ എന്ത് ചെയ്യും, യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് DELEDൻ്റെ അഡ്മിഷൻ പോർട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്